നമസ്കാരം സുഹൃത്തുക്കളെ, രാജ് GFXന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാം, എങ്ങനെ ഒരു വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്യാം, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ ഡൊമൈൻ നെയിമും വെബ് ഹോസ്റ്റിംഗും തമ്മിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു വെബ് ഡെവലപ്മെൻറ്റ് പഠിച്ചിറങ്ങിയ ഒരാളാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പേരിൽ ഒരു www.google.com എന്നുള്ള പോലെ ഒരു ഡൊമൈൻ നെയിം എങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്തിട്ട് ഈ ഡൊമൈൻ നെയിമും ഈ പറയുന്ന ഹോസ്റ്റിംഗും തമ്മിൽ കണക്ട് ചെയ്ത് ഇതെല്ലാവർക്കും ഇൻ്റർനെറ്റിൽ ആക്സസിബിൾ ആക്കാവുന്ന തരത്തിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. GoDaddy.com എന്ന് പറയുന്ന ഹോസ്റ്റിംഗ് പ്രൊവൈഡറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വെബ്സൈറ്റ് എങ്ങനെയാണ്, ഡൊമൈൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, ഹോസ്റ്റിംഗ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയുവാനായിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. നമുക്ക് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഇതുപോലെ ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്തിട്ട് അതിൽ WordPress ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലൈവ് ആക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ google.comലേക്ക് പോവാം, എന്നിട്ട് GoDaddy എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഈ GoDaddy.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. GoDaddy.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. GoDaddy മാത്രമല്ല, നമുക്ക് ബിഗ് റോക്ക്, ഡ്രീം ഹോസ്റ്റ്, ബ്ലൂ ഹോസ്റ്റ്, ഹോസ്റ്റ് ഗേറ്റർ പോലുള്ള നിരവധി കമ്പനികൾ ഇത്തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിളിനായിട്ടാണ് നമ്മൾ GoDaddy യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന മെനുവിൽ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് GoDaddyയുടെ ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻസിൻ്റെ ഒരു പേജാണ്. അപ്പോൾ ഇവിടെ വന്നാൽ സ്റ്റാർട്ടർ, എക്കണോമി, ഡിലക്സ്, അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ട് 4 തരത്തിലുള്ള ഹോസ്റ്റിംഗ് പ്ലാനുകൾ കാണാൻ സാധിക്കും. സാധാരണ ഒരു ബിസിനസ് വെബ്സൈറ്റ് നമുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഹോസ്റ്റിംഗ് പ്ലാൻ മതിയാവും. പക്ഷേ എപ്പോഴും SSL സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ സൈറ്റിൻ്റെ സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ടും, അതായത് ഇപ്പോൾ SEO എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴും ഈ പറയുന്ന SSL സർട്ടിഫിക്കറ്റ് ഉള്ള വെബ്സൈറ്റുകളായിരിക്കും നന്നായിരിക്കാം. അപ്പോൾ ഇതിൽ ഈ പ്ലാനുകൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ തന്നെ മനസ്സിലാവും. പക്ഷെ നോർമലായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു 512 MB റാമുള്ള വൺ വെബ്സൈറ്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടർ പ്ലാന് മതിയായിരിക്കും. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ഈ പ്ലാൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ ഈ ബൈ നൗ എന്ന് പറയുന്ന നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഇവർ പറയുന്ന 119 രൂപ, 219 രൂപ പെർ മന്ത് എന്നൊക്കെ പറയുന്ന പ്രൈസിങ് 3 വർഷത്തേക്ക് പർച്ചേസ് ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടുക. നോർമലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസിങ് ഈ താഴെ കാണുന്നതാണ്. ഇവിടെ നമ്മൾ ബൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കാർട്ടിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ആവും. ഇതിപ്പോൾ ഞാൻ 2 തവണ ക്ലിക്ക് ചെയ്തുകൊണ്ട് 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഈ ഡിലീറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് 36 മാസത്തേക്കാണ് ബൈ ഡിഫോൾട്ട് കാർട്ടിലേക്ക് ആഡ് ആവുന്നത്. ഞാനത് ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായതുകൊണ്ട് 1 മന്തിലേക്കാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. 1 മാസത്തേക്ക് എനിക്ക് 269 രൂപയാണ് ഇവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ഇപ്പം നമ്മൾ ഹോസ്റ്റിംഗ് മാത്രമാണ് കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾ ഇതിൽ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ടോ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ ഒക്കെ ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ഫോം ഫില്ല് ചെയ്തിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്താൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. എനിക്ക് ഓൾറെഡി ഇതിലൊരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ഇവിടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് സൈൻ ഇൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് വേണ്ട പേര്, അതായത് ഡൊമൈൻ നെയിം എന്ന് നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് google.com, GoDaddy.com, അതുപോലെ നമുക്ക് എന്ത് പേരാണ് വേണ്ടതെന്നുള്ളത് രാജ് GFX.com എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാനിത് ഇവിടെ സെർച്ച് ചെയ്യണം. അപ്പം എനിക്കിവിടെ സജഷൻ തന്നു. അവർ പറയുന്നുണ്ട് യെസ് യുവർ ഡൊമൈൻ നെയിം ഈസ് എലിജിബിൾ, മീൻസ്
യെസ് യുവർ ഡൊമൈൻ ഈസ് അവൈലബിൾ. സോ അങ്ങനെ അവർ ആ ഒരു ഡൊമൈൻ നെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് റെസ്പോൺസ് വന്നു. അപ്പോൾ ഇവിടെ rajgfx.com എന്ന് പറയുന്ന ഡൊമൈൻ എനിക്ക് പർച്ചേസ് ചെയ്യാം. ചില സമയത്ത് നമുക്ക് ഡൊമൈൻ അവൈലബിൾ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പേര് നമ്മൾ ട്രൈ ചെയ്യണം. അതല്ലെങ്കിൽ .in, .co.in അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ് ഡൊമൈനിൽ അവൈലബിൾ ആവുമെന്ന് നോക്കാം. ഏറ്റവും നല്ലത് നമുക്കൊരു .com ഡൊമൈൻ കിട്ടുമോ എന്നുള്ളത് നോക്കുന്നതാണ്. അതല്ല നിങ്ങളൊരു ഇന്ത്യ ബേസ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ .in അല്ലെങ്കിൽ .co.in എന്ന് പറയുന്ന ഡൊമൈനുകളാണെങ്കിൽ ഓക്കെയാണ്. ഇവിടെ rajgfx.com എന്ന് പറയുന്ന ഡൊമൈൻ നമ്മൾ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഡൊമൈൻ നമ്മൾ ഗെറ്റ് ഇറ്റ് പറഞ്ഞ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ കാർട്ടിൽ ആ ഡൊമൈൻ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് rajgfx.com ഒരു വർഷത്തേക്ക് 899 രൂപ. നെക്സ്റ്റ് ഇയറിൽ ഇത് റിന്യൂവൽ ചെയ്യുമ്പോൾ 1200 രൂപയുടെ അടുത്ത് നമുക്കതിന് കോസ്റ്റ് വരുന്നതാണ്. കാർട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ എന്തെങ്കിലും അവർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ചില സമയങ്ങളിൽ നമുക്ക് ചില സർവീസുകൾ ആഡ് ആവാറുണ്ട് നമ്മൾ സെലക്ട് ചെയ്യാതെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള സർവീസുകളൊന്നും ഇവിടെ ആഡ് ആയിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ 269 രൂപയാണ് ഹോസ്റ്റിങ്ങിൻ്റെ ഒരു മാസത്തെ പ്ലാൻ. നമുക്കിവിടെ 1 ഇയർ ആക്കണമെങ്കിൽ ആക്കാം. അതല്ല നിങ്ങളിത് ഒരു മാസത്തേക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നമ്മുടെ ഡൊമൈൻ നെയിം rajgfx.comന്റെ 899 രൂപ. ഇത് 1 ഇയറിലേക്കാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഐ ആം റെഡി ടു പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വന്നിട്ട് GST ആഡ് ആയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് കാർട്ടിൽ കാണുന്ന 1168 രൂപയല്ല, അത് കൂടാണ്ട് നിങ്ങൾക്ക് ഒരു GST എമൗണ്ട് കൂടിയിട്ട് ആഡ് ആയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ ഇടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഗൂഗിൾ പേൻ്റെ ID അവിടെ ആഡഡ് ആണ്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കാർഡ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതല്ല UPI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എൻ്റെ UPI ID എൻ്റർ ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് UPI ID ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാം. അതും ഇല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ UPI ID ഇവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ റിവ്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് പർച്ചേസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കംപ്ലീറ്റ് പർച്ചേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡർ പ്രോസസ്സ് ആവാനായിട്ട് ടൈം എടുക്കുന്നതാണ് ഇത് കാണുന്നത്. ഇതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ ഏതിലാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ ഫോണിലേക്ക് ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഒരു അലേർട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ 1 മിനിറ്റിനുള്ളത് വരും. എൻ്റെ ഫോണിലേക്ക് അത് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ പേ നൗ ക്ലിക്ക് ചെയ്യാണ്. പേ നൗ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാണ്. എൻ്റെ ഫോണിലാണ് ഞാനത് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. ഗോ ടു മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പോവാം. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഇതിലൊരു ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഈ ഒരു മൈ പ്രൊഡക്ട്സിൻ്റെ പേജ് എടുത്തപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത പുതിയ പ്രൊഡക്ട്സ് ഈ പേജിൽ ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡൊമൈൻസിൻ്റെ ഉണ്ടല്ലോ. അതായത് 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ റീലോഡ് ചെയ്താൽ മതി മൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പേജ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെനുവിൽ പോയി കഴിഞ്ഞാൽ മൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പേജിലേക്ക് പോകാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ആയി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്സസ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത ആ ഒരു ഡൊമൈൻ rajgfx.com എന്നുള്ളത് കാണാൻ പറ്റും. അതുകൂടാണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ആ ഹോസ്റ്റിംഗ് പ്ലാൻ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡൊമൈനും ഹോസ്റ്റിങ്ങും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ ഡൊമൈൻ എന്ന് പറയുന്ന rajgfx എന്ന് പറയുന്ന ഡൊമൈൻ നമ്മുടെ ഹോസ്റ്റിംഗ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെബ് ഹോസ്റ്റിങ്ങിൽ സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡൊമൈനും ഹോസ്റ്റിങ്ങും GoDaddy നിന്ന് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട്
നമുക്ക് നേരിട്ട് അതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബിൽഡ് എ ന്യൂ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഒരു അക്കൗണ്ടിലുള്ള എല്ലാ ഡൊമൈനുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ rajgfx.com എന്ന് പറയുന്ന ഈ ഡൊമൈൻ ഞാൻ പിക്ക് ചെയ്യണം. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിലവർ ഏത് സെർവറാണ് വേണ്ടത്, എന്ത് ഡാറ്റാ സെൻറ്റർ ആണ് വേണ്ടത്, നമ്മുടെ വെബ്സൈറ്റ് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള സെർവറിലാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അവർ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ട് ആ ഒരു റെക്കമെൻഡഡ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർ അതിൽ ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് എ വെബ്സൈറ്റ് വേർഡ്പ്രസ് വെബ്സൈറ്റ്. വി റെക്കമെൻഡ് യൂസിങ് വേർഡ്പ്രസ് ആസ് യുവർ ആപ്ലിക്കേഷൻ ടു ബിൽഡ് യുവർ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. എന്നിട്ട് നമുക്ക് വേർഡ്പ്രസ് കൈയോടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യെസ് ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വേർഡ്പ്രസിൻ്റെ ഒരു യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിമായിട്ട് rajgfx എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പാസ്വേഡ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അത് നിങ്ങളുടെ ഇമെയിൽ പാസ്വേഡ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്യാം. ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ യൂസ് ചെയ്യുക, അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പാസ്വേഡ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡൊമൈനും ഹോസ്റ്റിങ്ങും തമ്മിൽ കണക്ട് ചെയ്തു. അതിനുശേഷം ഈ ഹോസ്റ്റിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഗോഡാഡിയിൽ നിന്ന് തന്നെ ഹോസ്റ്റിങ്ങും ഡൊമൈനും പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഇതിപ്പോൾ ഡൊമൈൻ ഇപ്പോൾ നമ്മൾ ഗോഡാഡിയിൽ നിന്നും ഹോസ്റ്റിംഗ് വന്നിട്ട് നെയിം ചീപ്പെന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർവീസ് പ്രൊവൈഡറിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് കോൺഫിഗർ ചെയ്യേണ്ട രീതി വേറെയാണ്. ഇതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ വളരെ വേഗത്തിൽ തന്നെ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ rajgfx.com-ന്റെ ബാക്കിയുള്ള സെറ്റിങ്സും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ. ഇത് ഇവിടെ കൺട്രോൾ പാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. cPanel എന്നാണ് പറയുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ ഫയൽ മാനേജരും അതുപോലെ തന്നെ ഇപ്പോൾ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ rajgfx.com-ൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ പ്രൊസീജിയറിൽ കണ്ടത്. നമുക്കത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ നോക്കാം. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. വേർഡ്പ്രസിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ള ഒരു പേജാണിത്. നമുക്കതിൽ വേർഡ്പ്രസിൽ ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മളവിടെ എൻ്റർ ചെയ്ത ആ ഒരു യൂസർ നെയിം പിന്നെ ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേർഡ്പ്രസിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വേർഡ്പ്രസിൻ്റെ യൂഷ്വൽ ഡാഷ്ബോർഡ് അല്ല. നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നമുക്കൊരു തീം പിക്ക് ചെയ്യാനായിട്ട് ഒരു ഡയറക്റ്റ് ഡാഷ്ബോർഡ് അവർ തന്നിട്ടുള്ളതാണ്. നമ്മളതിവിടെ എക്സിറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഇവിടെയുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് എക്സിറ്റ് ചെയ്യുക. അവർ തന്നിട്ടുള്ള ഡാഷ്ബോർഡ്. കുറച്ച് ഓപ്ഷൻസ് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സബ്മിറ്റ് ആൻഡ് എക്സിറ്റ് ക്ലിക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ വേർഡ്പ്രസ് സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സ്വന്തമായിട്ടൊരു ഡൊമൈൻ നെയിം മേടിക്കാം, എങ്ങനെ ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്യാം, അതിലേക്ക് എങ്ങനെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് ഈ വേർഡ്പ്രസ് വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ അതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള വീഡിയോസിൻ്റെ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.